ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീയിങ് പവി. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ വരെ പോകാട്ടോ, ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഈ ഒരു ടോപ്പും ജീൻസുമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതാ അടുത്തായിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു പൊട്ട് മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതാ മുടിയൊക്കെ ചീവി ഒന്ന് സെറ്റാക്കി മുടിയൊന്ന് പോണീറ്റയിൽ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടായത് കാരണം പോണീറ്റയിൽ മാറ്റി ഞാൻ വേറൊരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തു കേട്ടോ. ഞാൻ പൊതുവേ രണ്ട് ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്യാറ്. ഒന്ന് പോണീറ്റയിലും പിന്നെ ഒന്ന് ഇതാ ഞാനിപ്പോൾ കെട്ടുന്ന ഈ ഒരു ഹെയർ സ്റ്റൈല്. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ആയപ്പോൾ നല്ല ചൂടായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താൽ നല്ല തണുപ്പും വെയിലുദിച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടോ. ഞാൻ വിചാരിച്ചു മുടിയൊന്ന് മുകളിലേക്ക് പിടിച്ചിട്ട് ഇപ്പോൾ അതാ ഞാൻ കെട്ടുന്ന പോളൊന്ന് കെട്ടി വയ്ക്കാമെന്ന്. ഇത് ഭയങ്കര സുഖമാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ചൂടൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ പൊതുവേ ചൂടുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇതാ നമുക്ക് മുടിയൊന്ന് മുന്നിലേക്ക് ഇടാം. ഇതും എനിക്കുള്ളൊരു ശീലമാണ് കേട്ടോ, മുടിയൊന്ന് മുന്നിലേക്ക് ഇടുന്നത്. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് കൂടി തേക്കാമെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് എടുത്തിടണം കേട്ടോ. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് കൂടി ഇട്ട് ചുണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഇനി ചെക്കനൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതാ നമ്മുടെ ചെക്കനെ ഒരുക്കലാണ് നമ്മൾ പറഞ്ഞ ആ ടാസ്ക്. അപ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടപ്പോൾ ആൾ. അപ്പോൾ ആളെ കൂടെ നമ്മുടെ ദേവസേന വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ദേവസേനെ വാമോസ് എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ഇതാണ് നമ്മുടെ ദേവസേന വാമോസ്. അപ്പോൾ വാമോസിന് ഇടാനുള്ള ട്രൗസറൊക്കെ ദേവസേന എടുത്ത് തരുകയാണ് കേട്ടോ. അപ്പോൾ ആൾ നോക്കുകയാണ്, ഞങ്ങൾ എങ്ങോട്ടോ പോവുകയാണെന്ന് മനസ്സിലായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിന്നപ്പോൾ. അപ്പോൾ ഇതാ വാമോസിനെ ഒരുക്കണം കണ്ടിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ എനിക്ക് ഈ മാറ്റലൊന്ന് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരുങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് മക്കളൊരുക്കാൻ വേണ്ടി വരും കേട്ടോ. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുത്ത് ഒരുങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ ഒരു കുട്ടിയായതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് എടുത്ത് നമ്മളൊരുങ്ങും, ബാക്കി സമയം നമ്മൾ കുട്ടികളെ എടുക്കും. അതായിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ ഇതാ നമ്മളൊരു ഹായ് പറയാനൊക്കെ പറഞ്ഞപ്പോൾ ഹായ് എന്നൊക്കെ പറയാനുണ്ടാവും. ഇതാണ് നമ്മുടെ ദേവസേന. അപ്പോൾ ആളുടെ ശരിക്കുള്ള പേര് ദേവദക്ഷ എന്നാണ് കേട്ടോ. നമ്മൾ ദേവസേന എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ വാമോസിൻ്റെ ചേച്ചിയാണ് കേട്ടോ ദേവസേന എന്ന് പറയുന്നത്. വാമോസും ദേവസേനയും തമ്മിൽ 4 മാസത്തെ ഡിഫറൻസാണ് കേട്ടുള്ളത്. ദേവസേനയാണ് മൂത്താൾ. വാമോസ് ദേവസേനേക്കാളും 4 മാസം ഇളയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ഫോണിൽ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ദേവസേനയോട് യാത്രയൊക്കെ പറയാൻ പറഞ്ഞു. ശരിക്കും ഇവർ രണ്ടുപേരും ട്വിൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് ഇവരെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ കളി ഇങ്ങനെ കണ്ടിരുന്നു പോകുക. ഒരു ട്വിൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് രണ്ടാൾക്കാർ. അപ്പോൾ ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിവിടെ അടുത്തുള്ള ടൗണിലേക്കാണ് പോണത്, നരിപ്പറമ്പ് എന്ന് പറയും. അപ്പോൾ വാമോസ് ഇതാ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങി പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ചെരുപ്പ് കഴുകിയിട്ടില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു ഹവായി എടുത്തിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് കഴുകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ, എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്തായിരിക്കും ചെരുപ്പ് കഴുകിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെരുപ്പ് എടുത്തിട്ട് നേരെ പൈപ്പിൻ്റെ ചോട്ടിലേക്ക് വിടും. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ദേവസേന ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മളെ യാത്ര അയക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്തതിലുള്ള സങ്കടം ആൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തീർക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തോട്ടിൽ നിറയെ വെള്ളമാണ് കേട്ടോ. അതാണ് നേരത്തെ കണ്ടത്. ഞങ്ങളിതാ റോഡിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു പാത്ര കച്ചവടക്കാരന്
അതിലങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വീടിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ആളാണ്. അപ്പോൾ അതാ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ പൈസ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യം ഒരു ടെക്സ്റ്റൈൽസിലോട്ട് പോയത്. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, നമുക്ക് ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ മേമയും മോനും കൂടി നരിപ്പറമ്പ് റൂട്ടിലൂടെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഫാൻസിക്കായിരുന്നു കേട്ടോ. കുറച്ച് ഫാൻസി ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലൊക്കെ യൂസ് ചെയ്തൊരു ലിപ് ബാമാണ് കേട്ടോ. നമ്മുടെ ലിപ്സ്റ്റിക്ക് അന്നത്തെ കാലത്തൊന്നും അങ്ങനെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഈ ഒരു ഐറ്റം ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നുണ്ടോ. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഗേൾസും യൂസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ വേഗം പോയി എടുത്തിട്ടോ അതൊന്നും. പിന്നെ വാമോസിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാണ്ടായിരുന്നു. ഞങ്ങളൊരു ബാർബർ ഷോപ്പിൽ കയറി നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെട്ടിയിട്ട് അപ്പോൾ ഫാൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബാർബർ ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ ആളങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ആൾ ഇരുന്ന് കൊടുത്തോളും മുടിയൊക്കെ വെട്ടാൻ. ആൾക്ക് കയ്യിലൊരു ബോളൊക്കെ കൊടുത്ത് ഞങ്ങൾ സെറ്റാക്കി ഇരുത്തി അവിടെ. അപ്പോൾ ആ ഒരു ഡ്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അങ്ങനെ ഇരുന്നോളും. അങ്ങനെ വലിയ കരച്ചിലും ബഹളമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ലൈം കുടിക്കാനാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഷവർമേൻ്റെ മണടിച്ചതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ബാർബർ ഷോപ്പിൽ കയറിയിട്ട് ഒരു ഷവർമ കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഒരു ബേക്കറിയിൽ കയറി 2 ലൈമും അതേപോലെ തന്നെ 2 ഷവർമ റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ചു പോവുകയാണ്. അപ്പോൾ വാമോസിന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. മേമേൻ്റെ മടിയിലിരുന്ന് ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമായി കേട്ടോ. ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞേട്ടൻ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സേനേൻ്റെയും വാമൂസിൻ്റെയും കുഞ്ഞേട്ടൻ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഓടി വന്ന്. അപ്പം നമ്മുടെ ദേവസേന ഉണ്ടായിരുന്നൊക്കെയാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.